ഒരടിപൊളി സാമ്പാറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാൻ പച്ചക്കറികളോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കത് തയ്യാറാക്കാം. അതിന് ഞാൻ ഒരു ഗ്ലാസ് ഇല്ല, ഒരു 3/4 ഗ്ലാസ് തോരപ്പരിപ്പ് എടുത്ത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടു. പിന്നീട് ഒരു 3 വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു. ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഞാനത് നന്നായി വേവിച്ചെടുത്തു. വെന്തതിന് ശേഷം ആ പരിപ്പൊക്കെ നന്നായി ഉടച്ചെടുത്തു. ഒരു 3 വിസിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഓഫാക്കിയത്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നീട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും, ഒരു 1/4 ടീസ്പൂൺ കുറച്ച് ഉലുവയും, കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 9 വറ്റൽമുളക് നടു പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മളിതിന് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് വറ്റൽമുളകാണ്. പിന്നീട് ഞാനിതിലേക്ക് പച്ചമുളകും ഇടുന്നുണ്ട്, 2 എണ്ണം എരിവിന് വേണമെങ്കിൽ, നിർബന്ധമില്ല. ഇതാ 3 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ്. പിന്നീട് ഞാനൊരു 11 ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവാളയും അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഉള്ളി ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ കറി നമുക്ക് ദോശൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി കുറച്ചിട്ട് കൊടുത്തു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തു. കായപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയാണെങ്കിൽ 1 ഇട്ടാൽ മതി. ഞാൻ ചെറിയ 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. വലുതാണെങ്കിൽ 1 ഇട്ടാൽ മതി. ഞാൻ 2 ചെറിയ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം, ഇപ്പോൾ തക്കാളിയൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്, നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഒരു ചെറിയ
കഷ്ണം പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞത് പുളി നമ്മുടെ ആവശ്യത്തിന് പുളി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ചെറിയൊരു നെല്ലിക്കേൻ്റെ അത്ര വലിപ്പമില്ല, കുറച്ച് പുളിയാണ് ഒഴിച്ച് കൊടുത്തത്. തക്കാളി ഉണ്ടല്ലോ. പിന്നീട് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ആ പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്താവുന്നതാണ്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒഴിക്കാം. നമുക്ക് പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. സാമ്പാർ ഇവിടെ റെഡിയായി.